കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബർട്ട് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബർട്ടിനെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ലായിരുന്നു. എന്നാല് നമ്മളറിയുന്ന പ്രിയ പ്രദീപ് പാസ്റ്ററുടെ ലോക്കൽ സഭയിലെ ശുശ്രൂഷകന്മാരിൽ ഒരാളാണ് പാസ്റ്റർ ആൽബർട്ട്. അദ്ദേഹം കോഴഞ്ചേരി സ്വദേശിയാണ്. ഇന്നലെ ഞാൻ സംസാരിപ്പാനിടയായി. ഇന്ന് നമ്മളോട് കൂടി ആയിരിക്കുന്നത് നമ്മൾക്ക് വളരെ സന്തോഷകരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് പോലെ ശുശ്രൂഷിപ്പാൻ ദൈവദാസന് സ്വാതന്ത്ര്യമുണ്ട്. ശുശ്രൂഷകൾക്കായിട്ട് ദൈവദാസനെ ക്ഷണിക്കുന്നു. തന്നെ കൂടുതൽ പരിചയപ്പെടുത്തുവാനും തൻ്റെ മേഖലകളെ അറിയിപ്പാനും ദൈവദാസന് സാവകാശമുണ്ട്. കർത്താവ് തന്റെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ ആൽബർട്ട് കുമ്പന. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആദരണീയനായ പ്രിയ സേവ്യർ പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രദീപ് പാസ്റ്ററാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർപ്പിച്ചത്. അദ്ദേഹം ഇവിടെയുള്ള ചിറ്റാർ സഭയിലെ ഒരു അംഗമാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അങ്ങനെ സേവ്യർ പാസ്റ്ററുമായിട്ട് ഇന്നലെ പരിചയപ്പെടുവാനും ഇന്ന് ഇങ്ങനെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം ദൈവം ഒരുക്കിയത് കൊണ്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ കോഴഞ്ചേരിക്കടുത്ത് ആണ് എൻ്റെ വീട്. ഇപ്പോൾ ചിറ്റാറിൽ കുടുംബമായിട്ട് ഞങ്ങൾ പാർക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് IPCയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകി. ഇപ്പോഴും കർത്താവിൻ്റെ വേലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സമയത്ത് ദീർഘനേരമായിട്ട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ പിൻബലമാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി പലപ്പോഴും മാറുന്നത്. പ്രാർത്ഥനയെ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണാൻ കഴിയില്ല. ഈ സമയത്ത് ഇന്ത്യയിൽ പ്രഭാതമാണ്. ഈ പ്രഭാതത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ആ രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാകത്തില്ല. സൂമിലൂടെയാണെങ്കിലും ഒരു അല്പസമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് സ്തോത്രം ചെയ്ത് ആരംഭിച്ച നിമിഷം മുതൽ കർത്താവിന്റെ സാന്നിധ്യം പല ഭവനങ്ങളിൽ ഇരുന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഉള്ള ഇടത്ത് കർത്താവ് നിശ്ചയമായിട്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ നാം ആയിരിക്കുന്ന സ്ഥലത്ത് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മീറ്റിംഗ് തീരുന്നത് വരെയും ഇതുവരെയും പ്രാർത്ഥനയോടെ ഇരുന്നത് പോലെ തന്നെ ദൈവമക്കൾ ഈ യോഗം അവസാനിക്കുന്നത് വരെ പ്രാർത്ഥനയോടെ ഇരിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. യാതൊരു സംശയവുമില്ല. ഒരു സൂം മീറ്റിംഗ് എന്ന നിലയിലുള്ള ഒരു രീതിയിൽ സൂമിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അശ്രദ്ധകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വചനത്തിന്റെ ഭാഗങ്ങൾ പറയുമ്പോഴും ഒക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. എന്നാൽ എല്ലാം നമ്മൾ പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതൊരു വലിയ വിടുതലായിട്ട് പരിണമിക്കും. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളാണ് നമുക്ക് ഏറ്റവും ആശ്വാസവും ബലവും നൽകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതികൂല ഘട്ടങ്ങളിലും നമ്മെ പിടിച്ചു നിർത്തിയത് വിശുദ്ധ ബൈബിളാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മെ സഹായിപ്പാൻ അടുത്ത് ആരുമില്ലാതെ ഇരിക്കുമ്പോൾ, നമുക്കാരും സഹായമായിട്ടില്ലാതിരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള വിശുദ്ധ ബൈബിൾ നമുക്ക് പലപ്പോഴും ആശ്വാസം പകർന്നിട്ടുണ്ട്. അതിലെ തിരുവെഴുത്തുകൾ നമുക്ക് ബലം നൽകിയിട്ടുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് ബലം നൽകിയിട്ടുണ്ട്. അത് അനുഭവിച്ചവരാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ സമയം ഞാൻ ഉറപ്പോടെ പറയട്ടെ, തിരുവചനത്തിലെ ഏത് ഭാഗം ഇന്ന് നമ്മൾ വായിച്ചാലും ആ തിരുവചനം നമുക്ക് ചില വിടുതലുകൾ അയക്കുക തന്നെ ചെയ്യും. വചനം പ്രവർത്തിക്കാതിരിക്കില്ല. വചനം നിശ്ചയമായിട്ടും പ്രവർത്തിക്കും. വചനത്തിന്റെ ശക്തി പുറപ്പെടുക തന്നെ ചെയ്യും. കർത്താവ് അത് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദീർഘമായി ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗം നമ്മളൊന്ന് വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ
21 വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു നേരിട്ട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഈ പാരഗ്രാഫ് നമുക്കറിയാം. 15 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുരുഷാരത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ വന്ന് മുട്ടുകുത്തുകയാണ്, എന്റെ മകന് ഒരു കരുണ ഉണ്ടാകണം, ചന്ദ്രരോഗം പിടിച്ച് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു, അവർ അടുക്കൽ കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് സൗഖ്യമാക്കാൻ പറ്റിയില്ല. ആ സമയത്ത് യേശു പറയുന്ന മറുപടിയാണ്. യേശു അവരെ കുറിച്ച് പറയുന്നത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെന്ന് യേശു അവരെ വിളിക്കുകയാണ്. ഇത് പറഞ്ഞു വന്നിട്ടാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ യേശു പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളമുള്ള വിശ്വാസമുണ്ടെങ്കിൽ. ഞാൻ ഈ വാക്യത്തെ മറ്റൊരു വിധത്തിലൊന്ന് നിർവചിക്കട്ടെ. വിശ്വാസമുള്ള ഒരു ദൈവ പൈതലാണ് ഞാനും നിങ്ങളും എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഒന്നുകൂടെ പറയാം, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കുവാൻ 2 കാര്യങ്ങളാണ് വേണ്ടത്. 1 പ്രാർത്ഥന, 2 ഉപവാസം. നോർമലായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ യാത്ര ചെയ്യുന്നു. ഇതൊരു നോർമലായി പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെയും ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ നടക്കും. പ്രാർത്ഥിക്കാതെയും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് വരാം. പക്ഷെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചു മേടിക്കുന്നതാണ് ഏറ്റവും വിലയുള്ളത്. ഇതിനകത്ത് പങ്കെടുക്കുന്ന ദൈവമക്കൾ, ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചു മേടിച്ച ചില നന്മകൾ എടുത്തു പറയാനുണ്ട്. അത് ഇന്നും അനുഭവിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോ പ്രാർത്ഥിച്ചു മേടിക്കാം. 2, പ്രാർത്ഥന കൊണ്ട് മാത്രം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല, ചിലതിന് മറുപടി ലഭിക്കില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോ ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകാൻ 2 മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. 1 പ്രാർത്ഥിക്കുക, 2 ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അപ്പോ ഉപവാസത്തെ തന്നെ തരംതിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അവിടേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ പ്രാർത്ഥനയിൽ ഒന്ന് നിൽക്കാം. പ്രാർത്ഥന ഇവിടെ കണ്ടോ, അല്പവിശ്വാസികൾ നിങ്ങൾ കടുകുമണിയോളമുള്ള വിശ്വാസം. അല്പവിശ്വാസികളോട് പറയുകയാണ്, കടുകുമണിയോളമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. അങ്ങനാണെങ്കിൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന അഭിഷിക്തരോട്, ദൈവദാസിമാരോട് ഞാൻ പറയട്ടെ, വിശ്വാസത്തോടെ ഈ മണിക്കൂറുകളിൽ പ്രാപിച്ച വിശ്വാസത്തോടെ ആ വാ തുറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില പ്രശ്നങ്ങൾക്ക് ഈ നിമിഷം തന്നെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തിരിക്കും. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉറപ്പോടെ ഞാൻ പറയുന്നു, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ നിമിഷവും വലിയ പ്രവർത്തികളുമായിട്ട് ഇറങ്ങി വരാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ നിന്നുപോയി. അത്ഭുതങ്ങൾ ദൈവമുണ്ട കാലത്ത് നടന്നിരുന്നു. അത്ഭുതങ്ങൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലയളവിൽ അത്ഭുതങ്ങൾ നടന്നിരുന്നു. എന്നാൽ അത്ഭുതങ്ങൾ തീർന്നുപോയി. അപ്പോസ്തലന്മാർ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കാലങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ അത്ഭുതങ്ങൾ നിന്നുപോയി എന്ന് പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പറയുന്നവരുമുണ്ട്. വേദപുസ്തകം പൂർത്തിയായതോടുകൂടെ അത്ഭുതങ്ങൾ കഴിഞ്ഞു. ഇന്ന് അത്ഭുതങ്ങൾ നടക്കുന്നില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അത്ഭുതങ്ങളുടെ കാലം എന്ന് പറയുന്ന ഒരു കാലമില്ല. അതിന്റെ കാരണം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവം ഉള്ളിടത്തോളം കാലം, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശുക്രിസ്തു ഉള്ളിടത്തോളം കാലം, ആ യേശു ഇല്ലാതെ വരുന്നില്ല, അത് ഉള്ളിടത്തോളം കാലം പ്രാർത്ഥിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ ഇന്നും യേശു ഉണ്ട്. അതുകൊണ്ട് അത്ഭുതം നിന്നു പോയിട്ടില്ല. ഇന്നും അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ കാലം, യേശുവിന്റെ കാലം കൊണ്ട് അത്ഭുതം തീർന്നോ? ഇല്ല. വിശ്വസിച്ചുകൊണ്ട് പത്രോസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അത്ഭുതം നടന്നില്ലേ? പത്രോസിന്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സൗഖ്യമായില്ലേ?
ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ കൈ വെച്ചപ്പോൾ സൗഖ്യം നടന്നില്ലേ? അപ്പോസ്തലന്മാർ നോക്കിയപ്പോൾ സൗഖ്യം നടന്നില്ലേ? അതേ, സ്തോത്രം. എന്തിനേറെ നമ്മുടെ പിതാക്കന്മാരായ നമ്മുടെ ഈ സഭകളുടെ ഒക്കെ നേതൃനിലയിൽ ആ തുടക്കക്കാരായ അധ്വാനിച്ച അഭിഷിക്തന്മാർ, അതേ സ്തോത്രം, കരം നീട്ടി പ്രാർത്ഥിച്ചപ്പോഴും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും അവരൊക്കെ പ്രാർത്ഥിച്ച നിമിഷത്തിൽ രോഗികൾ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ആ സൗഖ്യത്തിന്റെ വിടുതലിന്റെ ശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഈ സൂമിലൂടെ ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. ഒരു പക്ഷെ നിങ്ങൾ ഒരു പ്രയാസത്തിൽ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം ഈ സമയം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ കരം ഈ രാത്രി, ഈ പ്രഭാതത്തിൽ ചലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് ഈ സമയങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങളുടെ കാര്യം പറഞ്ഞു. യേശുവിന്റെ കാലം കഴിഞ്ഞു, യേശു ഇവിടുന്ന് പോയി, അതോടുകൂടി അത്ഭുതം നിന്നു. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞു, ബൈബിൾ എഴുതി കഴിഞ്ഞു, ഇനി അത്ഭുതങ്ങളില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എബ്രായ ലേഖനത്തിൽ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അപ്പൊ യേശുക്രിസ്തു ഇന്നലെ എന്ത് ചെയ്തോ ആ യേശുക്രിസ്തു ഇന്നും ചെയ്യാൻ വിശ്വസ്തനാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള കാലത്ത് യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തോ, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ഈ അത്ഭുതങ്ങൾ ഇന്നും ചെയ്യാൻ യേശുവിന് പറ്റും. അതാണ് പറയുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും, ഇന്നലെയും ഇന്നും എന്നേക്കും. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട അഭിഷിക്തരെ, പ്രിയ സഹോദരിമാരെ, കർത്തദാസിമാരെ, ഇന്ന് ഈ സമയം നിങ്ങളൊന്ന് വിശ്വസിക്ക്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകയാൽ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയുമെന്ന് ആഴത്തിൽ വിശ്വസിക്ക്. ദൈവം അത് നിശ്ചയമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നാളെ മറുപടി കിട്ടിയില്ലെങ്കിലും, പ്രാർത്ഥിച്ചോ വിശ്വസിച്ചോ ആ വിഷയത്തിന് ദൈവം നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് പല വീടുകളിലിരുന്ന്, പല രാജ്യത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമായി തിരുവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനാണെങ്കിൽ നമ്മുടെ നടുവിൽ കർത്താവ് ഉണ്ട്. ഈ മീറ്റിംഗിന്റെ നടുവിൽ നമ്മുടെ കർത്താവ് ഉണ്ട്. ഇനി അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് വന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നില്ലേ? ചിലയിടത്ത് അവിശ്വാസങ്ങൾ നിമിത്തം അത്ഭുതം നടന്നിട്ടില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ കർത്താവ് വന്നിടത്തല്ല എന്ത് നടന്നിട്ടുണ്ട്? അത്ഭുതം നടന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഈ മീറ്റിംഗിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. കർത്താവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് തരാൻ നമ്മുടെ കർത്താവിന് കഴിയില്ലേ? നമ്മൾ ചോദിക്കുന്നത് കേൾക്കാൻ ചെവിയുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടെങ്കിൽ ആ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം എന്താകട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയമാകാം, നമ്മുടെ തലമുറയുടെ വിഷയമാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരിലെ ആരുടെയെങ്കിലും വിവാഹ വിഷയമായിരിക്കാം, വിദ്യാഭ്യാസ അവസരമായിരിക്കാം, ജോലികളുടെ വിഷയമായിരിക്കാം, തലമുറയില്ലാത്ത വിഷയമായിരിക്കാം, രോഗസൗഖ്യമായിരിക്കാം. ഈ വിഷയങ്ങളിലെല്ലാം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ ഈ മീറ്റിംഗിലുണ്ട്. ആ മീറ്റിംഗിൽ ദൈവിക വിടുതലുകൾ നിശ്ചയമായിട്ട് നടക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ നമുക്ക് എന്ത് വേണം? അത് ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്ന്, ഞാൻ അവിശ്വാസം പറഞ്ഞു. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വേദനയുടെ ഭാഗമാണ്. ശക്തമായ ശുശ്രൂഷകൾ അപ്പോസ്തലന്മാരുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹെരോദാവ് സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ആ സാഹചര്യത്തിൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന് സന്തോഷിക്കുന്ന സമയത്ത് സഭ വളരെ വേദനയിലും ഭയത്തിലും കഴിയുന്ന ഒരു സമയമാണ്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വച്ചിരിക്കുമ്പോൾ, ഇതിന്റെ അർത്ഥം പത്രോസിനെ കൊല്ലാൻ പോകുക, അടുത്ത നിമിഷം പത്രോസിനെ കൊല്ലാൻ പോകുക. ഈ സമയത്ത്
സഭ ചെയ്തൊരു കാര്യം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാകേണ്ട എന്താ? ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ വ്യക്തമാക്കാം. ഇന്ന് ഒത്തിരി വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു, ചില വിഷയങ്ങൾ ഞാനും കേട്ടു. നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണെങ്കിൽ ആ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളും കൂടെ ഇരിക്കുന്ന ആളും അതിനുവേണ്ടി മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കും. അപ്പൊ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥന തുടങ്ങി എപ്പോഴാ തീരുന്നതെന്ന് ചോദിച്ചാൽ എപ്പം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ അപ്പോഴേ പ്രാർത്ഥന തീരത്തുള്ളൂ. നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് പ്രയറാ. പ്രാർത്ഥന തുടങ്ങി എപ്പോഴാ പ്രാർത്ഥന തീരുന്നതെന്ന് ചോദിച്ചാൽ മറുപടി എപ്പം കിട്ടുമോ അപ്പോഴേ പ്രാർത്ഥന നിർത്തത്തുള്ളൂ. അതിന്റെ അർത്ഥം, നമ്മൾ ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ആ പ്രാർത്ഥനാ വിഷയം എല്ലാം കൂടെ മടക്കി പൂട്ടിക്കെട്ടി മാറ്റാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചോണം. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഇന്നും മറുപടി കിട്ടാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയമായിട്ട് ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ദൈവാത്മാവിൽ ഈ വചനത്തിലൂടെ ഞാൻ പറയുകയാണ്, പ്രാർത്ഥന നിർത്തരുത്. മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചോണം. മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചോണം. മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചാൽ മറുപടി ഉറപ്പാ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങളുടെ ദൈവത്തോടാണ്. അപ്പോ സഭ എന്ത് ചെയ്യാണ്? ശ്രദ്ധയോടെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഉറപ്പാണ്. തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്താ ആഗ്രഹം? നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നിത്യതയിൽ പോകുക എന്നുള്ള, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഈ നിത്യതയിൽ പോകുന്നത് വരെ ഈ ഭൂമി ജീവിക്കണ്ടേ? ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടി? ആരോഗ്യം നമുക്ക് ആവശ്യമാ, ആത്മീയ കാര്യങ്ങൾ ആവശ്യമാ, ഭൗതിക കാര്യം നമുക്ക് ആവശ്യമാ, നമ്മുടെ തലമുറകളെ ആവശ്യമാ, അവരുടെ ജോലി നമുക്ക് ആവശ്യമാ, അവർക്കൊരു ഭാവി നമുക്ക് ആവശ്യമാ. ഈ ഭൂമി ജീവിക്കുമ്പോൾ മാന്യമായ വസ്ത്രവും വീടും മറ്റു സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഈ ആവശ്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അത്യാഗ്രഹികളല്ല. ദൈവമക്കളായിട്ടുള്ളവർ അത്യാഗ്രഹികളല്ല, അത്യാവശ്യ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നേടിയെടുക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പോലും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. പ്രിയരെ, ഇന്നും വിശ്വസ്തനാണ് ദൈവം. ഇന്നും ആ ദൈവം ജീവിക്കുന്നുണ്ട്. പോകട്ടെ, ആ വിഷയം ഞാൻ വിടുക. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഇങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന്റെ ഉള്ളിൽ ഒരു ചിന്ത കാണും. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സ്തോത്രം, യേശുവാണ് എന്നെ നടത്തിയതെങ്കിൽ, യേശുവിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എന്റെ തല പോയാലും കുഴപ്പമില്ലെന്ന് പത്രോസ് വിശ്വസിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സഭയ്ക്കൊരു ആവശ്യമുണ്ട്. പേടിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ പത്രോസ് പുറത്തു വന്നേ പറ്റൂ. ദൈവാത്മാവ് എനിക്കൊരു ഒരു പ്രകാശനം തരുന്ന ഒരു വിഷയം ഞാൻ പറയാം. ഏതൊക്കെയോ നമ്മുടെ വിഷയങ്ങളിൽ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ ചില വിഷയങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ആ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിന് ബന്ധിക്കപ്പെട്ട് അവിടെ കിടക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ആ കെട്ടുകളെ അഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ആ പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ കാണാൻ പറ്റുന്ന വിധത്തിൽ, നമുക്ക് പോലും അത്ഭുതമാകുന്ന വിധത്തിൽ തമ്പുരാൻ അതിന്റെ മറുപടി ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ശ്രദ്ധിക്കുക, ഇവിടെ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ 11-ാം വാക്യമൊക്കെ കഴിയുമ്പോൾ അത്ഭുതങ്ങൾ അങ്ങോട്ട് പ്രവർത്തിച്ചത് കണ്ണുകൊണ്ട് കണ്ടു തുടങ്ങിയ. ഇവിടെ ശ്രദ്ധിച്ച്, പത്രോസിന് സുബോധം വന്നു. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം താഴോട്ട് വരുമ്പോ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്ത് വന്നു. രസകരമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥന ഒരു സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്. കാരണം എന്താ ഞാൻ പറയാം. ഇവിടെ ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പേടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുരുഷനേലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് വന്ന് വാതിൽ തുറക്കേണ്ട അവരായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ സഹോദരി തന്നെയാണ് ഒന്ന് വാതിൽ തുറക്കുന്നത്. അപ്പൊ സഹോദരിമാരാണ് ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണേ, ആരുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും.
വിഷയം ദൈവസന്നിധിയിൽ ഉണ്ടോ, ആ വിഷയവുമായിട്ട് ആരിരുന്നാലും കർത്താവ് അത് കേൾക്കും. എന്നിട്ട് ഈ ബാല്യക്കാരത്തി ഈ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണം, ഈ പത്രോസിന്റെ ശബ്ദം കൃത്യമായിട്ട് ആർക്കറിയാം? ഈ രോധായിക്ക് അറിയാം. അപ്പൊ ഈ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനൊരു പദം കൊടുത്തിട്ടുണ്ടല്ലോ, പടിപ്പുര വാതിൽക്കൽ മുട്ടി. അതിനാ മുട്ടയാനുള്ള കാരണം? നമ്മൾ വാതിൽ തുറക്കാൻ മുട്ടാറുണ്ട്, കാര്യം ശരിയാ. അപ്പൊ എന്റെ ചിന്തയിൽ പത്രോസ് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക, പക്ഷെ വലിയ ശബ്ദത്തിലാകാൻ സാധ്യതയില്ല. കാരണം എന്താ? ഇവരെല്ലാവരും ഭയന്ന് പേടിച്ചിരിക്കുക. കാര്യം നാളെ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല. നാളെ ഞങ്ങൾ ഒരു പക്ഷേ ബന്ധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിൽ പോകാം. നാളെ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാകാം. അതുകൊണ്ട് ഇവർ വാതുക്കെ വന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വാതുക്കെ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഉച്ച സ്വരത്തിലല്ല ഈ പത്രോസ് വിളിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ചെറിയ രീതിയിലാണ്. പക്ഷെങ്കിൽ ആ സാഹചര്യത്തിലും പത്രോസിന്റെ ശബ്ദത്തെ ഈ സഹോദരി തിരിച്ചറിഞ്ഞു. ഇതിനകത്തൊരു ആത്മീയ ദൂതുണ്ട് പ്രിയപ്പെട്ടവരെ. പെന്തക്കോസ്തുകാരായ നമ്മുടെ ശബ്ദം നമ്മുടെ കൂട്ടുവിശ്വാസി തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇടയൻ ആട് എന്ന ബന്ധമുണ്ട്. ആ ബന്ധത്തിനകത്ത് ഇടയന്റെ ശബ്ദം ആരറിയുന്നു? ആടുകളെല്ലാം അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പാസ്റ്റർമാരെ മാത്രമല്ല ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കൂട്ടുവിശ്വാസിയുടെ ശബ്ദം നമ്മൾ തിരിച്ചറിയണം. അവരുടെ ശബ്ദം ഒരു സന്തോഷത്തിന്റെ ശബ്ദമാണോ അല്ലയോ എന്ന് ശബ്ദം തിരിച്ചറിയാമെങ്കിൽ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ശബ്ദം ഇടർന്നെങ്കിൽ നമുക്കറിയാം അവർ വേദനയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വേദനയുടെ ഘട്ടത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ കൃത്യമായിട്ട് ശബ്ദം തിരിച്ചറിയണം. അതോടെ വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ സഹോദരി സന്തോഷത്താൽ വാതിൽ തുറക്കാതെ അകത്തൊക്കെ ഓടി. ഇത് നമുക്ക് സുപരിചിതമായ ഒരു പദമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരാം. ശ്രദ്ധിക്കണേ, ആ സഹോദരി ഓടിച്ചെന്ന് പറഞ്ഞപ്പം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഇത്രയും ചിന്തിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്ന നമ്മൾ, രാത്രിയെ പകലായി പ്രാർത്ഥിക്കുന്ന നമ്മൾ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം അത്ഭുതം ചെയ്തിരിക്കും. സ്തോത്രം. ഒന്നുകൂടെ പറയാം. പ്രാർത്ഥിക്കുന്ന നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, പകല് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി ഇല്ലല്ലോ എന്നോർത്ത് കരയുകയോ വിലപിക്കുകയോ ചെയ്യുന്ന സഹോദരങ്ങളെ, ആത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിങ്ങൾ അത്ഭുതപ്പെടുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതവുമായിട്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥനയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പങ്കെടുത്ത ദൈവമക്കളെ, സമയം മാറ്റിവെച്ച് തിരക്കേറിയ പട്ടണത്തിൽ, തിരക്കേറിയ സാഹചര്യങ്ങളിൽ കഴിഞ്ഞിട്ടും ഈ അല്പനേരം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മാറ്റിവെച്ചില്ലേ? ഈ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെ ഈ രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതിന് മുൻപേ ദൈവം നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. ഈ വചനത്തെ ആത്മാവിലൊന്ന് ഏറ്റെടുക്കാമോ? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവാണ്. അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ഇന്നും എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഈ പ്രഭാതത്തിലും ഈ രാത്രിയിലും കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നതിന് മുൻപേ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് ചെയ്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുകയാണ്. അങ്ങനെ അവിടെ അത്ഭുതം നടക്കുകയാണ്. ആ അത്ഭുതത്തിന്റെ പിന്നിൽ എന്താ നടന്നത്? പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥന? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. അപ്പോ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്, നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം അവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി. അതൊന്ന് ഞാൻ പറയാം. ഒന്നാമത് നമ്മളൊരു കാര്യം പറയാം. നമ്മൾ ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവിശ്വാസ നിമിത്തം അവിടെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല എന്നൊരു ഭാഗം നമ്മൾ കാണുന്നു. അപ്പോ വിശ്വാസത്തിന് ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വാസത്തിന് ശക്തിയുണ്ട്, അല്ലെ? വിശ്വാസത്തിന് ശക്തിയുണ്ട്. അതാണല്ലോ തിരുവചനത്തിൽ നമ്മൾ എപ്പോഴും വിശ്വാസത്തിന് നിർവചനം പറയുന്നൊരു ഭാഗമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ വിശ്വാസത്തിന് ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിശ്വാസത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് വായിച്ച്, അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല.
അപ്പോ വിശ്വാസം പോലെ തന്നെ, വിശ്വാസത്തിന് ശക്തിയുള്ളതുപോലെ തന്നെ അവിശ്വാസത്തിന് ശക്തിയുണ്ട്. അങ്ങനാണെങ്കിൽ എന്നെയും നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവിശ്വാസികളാകരുത്. അവിശ്വാസികളാകരുത്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവിശ്വാസികളാകരുത്. ഉപവസിക്കുന്ന വിഷയത്തിൽ അവിശ്വാസികളാകരുത്. വചനം വായിക്കുന്ന ദൈവമക്കൾ അവിശ്വാസികളാകരുത്. അതേ സ്തോത്രം. വിശ്വാസത്തോടെ തന്നെ ജീവിക്കണം. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെഴുന്നേറ്റ ശേഷം ഇല്ല, അത് നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു അവിശ്വാസം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ആ വിശ്വാസത്തെ ഈ നിമിഷം തന്നെ പുറത്താക്കിയിട്ട് ആ അവിശ്വാസത്തിന്റെ ശക്തിയല്ല വ്യാപരിക്കേണ്ടത്, വിശ്വാസത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കണമേ എന്ന് നമ്മൾ നിശ്ചയമായിട്ടും പറയണം. രണ്ടാമത്തേത് അല്പവിശ്വാസികളാണ്. അല്പവിശ്വാസികളാണ്. അല്പവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമ്പോ ഒക്കെ വിശ്വസിക്കും, എന്നാൽ കാര്യം നടക്കാതെ വരുമ്പോ വിശ്വസിക്കുകയേയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. അല്പവിശ്വാസികളുടെ പ്രത്യേകത, കാര്യം നടക്കുമ്പോൾ വിശ്വസിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണെങ്കിൽ ഭയങ്കര വിശ്വാസമായിരിക്കും. പിന്നെ സാക്ഷി പറയുന്നതിൽ അല്പം മുമ്പോട്ട് നിൽക്കും, പാട്ട് പാടുന്നതിൽ മുമ്പോട്ട് നിൽക്കും, പ്രാർത്ഥനയിൽ മുമ്പോട്ട് നിൽക്കും. പക്ഷെങ്കിൽ ആ പ്രതിസന്ധി കഴിഞ്ഞ് അടുത്തൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ആ വിശ്വാസം മാറുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അല്പവിശ്വാസിയായിട്ട് ജീവിക്കാൻ അല്ല, അല്പവിശ്വാസിയായിട്ട് ജീവിക്കാനല്ല. ഇനി മൂന്നാമതൊരു വിശ്വാസ രീതിയുണ്ട്. അതൊരു സാധാരണ വിശ്വാസം. സാധാരണ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ രീതിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ വിശ്വാസ ജീവിതം നയിക്കുന്നവരുണ്ട്. ഒരു പൊത്തുവരുത്ത ജീവിതം എന്നൊക്കെ വേണേ പറയാം. എന്നാൽ ആ സാധാരണ വിശ്വാസികളുടെ ഇടയിലും ചിലതൊക്കെ നടന്നു എന്ന് വരാം. പക്ഷെ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ഒരു സാധാരണ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല. ഇനി സാധാരണ വിശ്വാസം കൊണ്ട് നടന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് നടന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ പുറത്തു വരണം. നാലാമത്തെ കാര്യം വലിയ വിശ്വാസമാണ്. അപ്പൊ ദൈവമക്കളായി നമുക്കുണ്ടാകേണ്ട എന്തുവാ? വലിയ വിശ്വാസമാണ്. വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. വലിയ വിശ്വാസത്തോടെ പ്രവർത്തിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. ശതാധിപന്റെ സൗഖ്യം എങ്ങനെ നടന്നേ? അവന്റെ വലിയ വിശ്വാസമായിരുന്നു, വലിയ വിശ്വാസമായിരുന്നു. ആ വലിയ വിശ്വാസം കൊണ്ടാണ് അത്ഭുതം നടന്നത്. കനാനി സ്ത്രീയുടെ വിശ്വാസമോ വലിയ വിശ്വാസമായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, രക്തസ്രാവക്കാരിയായ ആ സ്ത്രീ 12 വർഷമായിട്ട് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബത്തിലെ ഒരുവിധ നന്മ അനുഭവിക്കാതെ, ഒരു ഫംഗ്ഷന് പങ്കെടുക്കാതെ വീടിനുള്ളിൽ കഴിയുക. ആ വീടിനുള്ളിൽ കഴിയുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിനകത്തൊരു വിശ്വാസം കയറി. ആ വിശ്വാസം എന്താ? എന്റെ യേശു സൗഖ്യമാക്കും. പക്ഷേ ആ സഹോദരി വിശ്വാസത്തിന്റെ ഒരു പുതിയ കാൽവെപ്പാ വെച്ചത്. എന്താ കാൽവെപ്പ് വെച്ച്? ബൈബിളിലോ മറ്റെങ്ങും അറിയുന്നില്ല വസ്ത്രത്തിൽ തൊട്ട ഒരു സൗഖ്യം നടക്കുന്നു. പക്ഷേ അതെ, ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമയായ ആ സഹോദരി വിശ്വസിച്ചു, എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു സൗഖ്യം യേശുവിന്റെ അടുക്ക ചെന്നാൽ കിട്ടും. യേശുവിന്റെ അടുക്ക ചെന്നാൽ സൗഖ്യം കിട്ടുമെന്നുണ്ടെങ്കിൽ എങ്ങനെ യേശുവിന്റെ അടുക്ക പോകും? വീട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഈ സഹോദരി എങ്ങനെ മുമ്പോട്ട് പോകും? പക്ഷെ അവൾ ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കൂടെ പോകാൻ പറ്റത്തില്ലെങ്കിലും, യേശുവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ആളുകൾ പറയുന്ന പോലെ എനിക്ക് യോഗ്യതയില്ലെങ്കിലും, ആ യേശുവിന്റെ പുറകിൽ ചെന്ന ആ വസ്ത്രത്തിലെങ്കിലും ഞാനൊന്ന് തൊടും. കണ്ടോ ആ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്? വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഇത് ചെറിയ വിശ്വാസം, ഒരു വലിയ വിശ്വാസമാണ്. ആ സഹോദരിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ അവൾ തീരുമാനമെടുക്കുക, ഞാൻ പോകും, എന്റെ യേശുവിന്റെ അടുക്കൽ ഞാൻ പോകും, യേശുവിന്റെ വസ്ത്രത്തിന്റെ തുങ്ങൽ ഞാൻ തൊടും, ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും, ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കും. ദീർഘവർഷങ്ങളായിട്ട് എനിക്കിനി ഒരു സൗഖ്യം ഉണ്ടാകത്തില്ലെന്ന് വൈദ്യന്മാർ വിധി എഴുതിയിരിക്കുകയാണ്, എനിക്കൊരു സൗഖ്യം ഉണ്ടാകത്തില്ലെന്ന് വീട്ടുകാർ വിധി എഴുതിയിരിക്കുകയാണ്. ഇനി ഒരു നല്ല ഫംഗ്ഷന്, കുടുംബക്കാരുടെ ഒരു നല്ല പരിപാടിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് എന്റെ വീട്ടുകാർ വിധി എഴുതിയിരിക്കുകയാണ്. വിധി എഴുതുക മാത്രമല്ല, എങ്ങും കൊണ്ടുപോകാതെ എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മീയ ദൂതുണ്ട് പ്രിയപ്പെട്ടവരെ. എവിടെയെങ്കിലും ആരെയെങ്കിലും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അത് ജോലി സ്ഥലത്ത് മറ്റേതെങ്കിലും ഒക്കെ മേഖലകളിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വിശ്വാസത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. വലിയ വിശ്വാസത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിച്ചിട്ട് ആത്മാവിലൊന്ന് പറ, ഞാൻ ആ വിശ്വാസത്തിന്റെ ഉടമയാകിയാൽ യേശു എന്റെ കൂടെയുള്ളത് കൊണ്ട് ഇന്നത്തെ എന്റെ നിരാശ മാറിയിരിക്കും, ഇന്നത്തെ എന്റെ പരിഹാസം മാറിയിരിക്കും, ഇന്നത്തെ എന്റെ വേദന മാറിയിരിക്കും, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മാറിയിരിക്കും. കാരണം ഞാൻ ഒരു ചെറിയ വിശ്വാസിയോ അല്പവിശ്വാസിയോ ഒന്നുമല്ല, ഞാൻ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളെ എന്തായാലും വിശ്വാസികൾ എന്നാ വിളിക്കുന്നത്, വിശ്വാസികളാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് വിശ്വാസി ഒന്ന് വർദ്ധിച്ചുകൂടെ? ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ
ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ തന്ന ഒരു പ്രഭാഷണ ചിന്തയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിലും പ്രാർത്ഥനയിൽ ദൈവാത്മാവ് എനിക്ക് ഈ ചിന്തകൾ തന്നതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അതെ, വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, അല്പവിശ്വാസം ഒന്ന് മാറട്ടെ. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുക. നമ്മൾ പറയുന്നവരല്ലേ യേശു അത്ഭുതം ചെയ്യുമെന്ന്? നമ്മുടെ വായിക്കകത്ത്, നമ്മുടെ നാവ് കൊണ്ട് തന്നെ അത്ഭുതവും ശാപവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം വരെയുള്ള ആ ജീവിത സാഹചര്യം ഒന്ന് മാറ്റിയിട്ട് വലിയ വിശ്വാസത്തിന്റെ ഉടമയായിട്ട് വിശ്വാസത്തോടൊന്ന് പറ, ഞാൻ സേവിച്ച് നിൽക്കുന്ന എന്റെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഏലിയാവതാ ചെയ്തേ, ഏലിയാവതാ ചെയ്തേ. ഏലിയാവിനറിയാം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ദൈവം ആരെന്ന് തെളിയിക്കാൻ ഞാൻ കാല് വച്ചാൽ ആ ദൈവം എന്റെ കൂടെ നിൽക്കും. കർമ്മേലിൽ ദൈവം എന്റെ കൂടെ നിൽക്കും. എത്ര വലിയ ബാലിന്റെ ശക്തികൾ ഉയർന്നാലും, എത്ര വലിയ അന്ധകാരത്തിന്റെ ശക്തികൾ ഈ രാജ്യത്തുയർന്നാലും, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാകിയാൽ ആ ദൈവം എന്റെ കൂടെ നിൽക്കുമെന്ന് ഏലിയാവിനൊരു ബോധമുണ്ടായിരുന്നു, ഒരു ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം അല്പവിശ്വാസി അല്ലായിരുന്നു, അദ്ദേഹം വലിയ വിശ്വാസത്തിന് ഉടമയായിരുന്നു. വലിയ വിശ്വാസത്തിന്റെ ഉടമയായതുകൊണ്ട് നമുക്കറിയാമല്ലോ, യാഗപീഠം ഉണ്ടാക്കി വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളത്തിൽ ആകാശത്തുനിന്ന് തീയിറങ്ങിയ ചരിത്രമില്ല. പക്ഷേ വലിയ വിശ്വാസം ചരിത്രം തിരുത്തി കുറിച്ചു. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനൊരു മാറ്റം ഈ നിമിഷം ഉണ്ടാകാൻ പോകുക. പ്രാർത്ഥനയുടെ ആ ശൈലിക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുക. വിശ്വാസത്തോടെ ചിലത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക, വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കാൻ പോകുകയാണ്. ആ കൽപ്പിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യൂ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച നിരവധി വിഷയങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവം നിശ്ചയമായിട്ടും അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാം, വിശ്വാസത്തിന് വേണ്ടി ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും പരിചിതനായ വ്യക്തിയാണ് PG വർഗീസ് സാറ്. അദ്ദേഹം ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകാൻ ഒരു പയ്യനുമായിട്ട് ചെല്ലുമ്പോൾ ആ ട്രെയിൻ കയറാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ ട്രെയിൻ അല്പം നേരത്തെ പോയി, അദ്ദേഹത്തിന് ട്രെയിനിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ട്രെയിൻ മുന്നോട്ട് പോയി, ഇനി അടുത്തൊരു ട്രെയിൻ വരണമെങ്കിൽ 4 മണിക്കൂർ വേണം. പക്ഷെ ആ പ്ലാറ്റ്ഫോമിൽ തണുത്ത് വിറച്ച് ഈ 4 മണിക്കൂർ നിൽക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഈ അഭിഷേകത്തിന് അവിടെ മുട്ടുകുത്തി മാറി നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ തണുത്ത് വിറയ്ക്കുന്ന അവസ്ഥയിൽ ഈ പൈതലുമായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ഒരു വിശ്വാസത്തോടെ പറഞ്ഞു, ആ ട്രെയിൻ തിരിച്ചു വരട്ടെ. നമുക്ക് ചിരിയായിട്ട് തോന്നത്തില്ലേ? പോയ ട്രെയിൻ തിരിച്ചു വന്ന ചരിത്രമുണ്ടോ? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗം പല ആവർത്തി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശ്വാസത്തോടെ പറയാൻ തുടങ്ങി, ആ പോയ ട്രെയിൻ തിരികെ വരട്ടെ. 4 മണിക്കൂർ കഴിഞ്ഞ ട്രെയിനുള്ളൂ. അതെ, പക്ഷേ പോയ ട്രെയിൻ എങ്ങനെ തിരിച്ചു വരും? ഈ 4 മണിക്കൂറിനോടടുത്ത് തണുത്ത് വിറച്ച് ഈ പൈതലുമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അദ്ദേഹം വിശ്വാസത്തോടെ ആ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറഞ്ഞു, പോയ ട്രെയിൻ തിരിച്ചു വരട്ടെ. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോൾ ഒരു ട്രെയിൻ പുറകോട്ട് തിരിച്ചു വരുന്നു. തനിക്ക് അത്ഭുതമായി. ആ ട്രെയിൻ ഇദ്ദേഹത്തിന് പോകേണ്ട ട്രെയിൻ ആയിരുന്നു. എന്തുകൊണ്ട് ആ ട്രെയിൻ തിരിച്ചു വന്നു? അദ്ദേഹത്തോട് അതിനകത്തുള്ള ഇൻസ്പെക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ട്രെയിനിന്റെ എഞ്ചിന് ഒരു തകരാറ് സംഭവിച്ചപ്പോൾ അതേ സ്റ്റേഷനുകൾ തമ്മിൽ നിർബന്ധമായി മത്സരമായി ഈ ട്രെയിൻ തിരികെ പൊക്കോണം, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. കണ്ടോ ആർക്കു വേണ്ടിയായി തർക്കം ഉണ്ടായത്? വിശ്വാസത്തോടെ കൽപ്പിച്ച അഭിഷിക്തന് വേണ്ടി ദൈവം പ്രവർത്തിച്ച് ആ ട്രെയിനിനെ പുറകോട്ട് കൊണ്ടുവന്നു. ആ ട്രെയിനിൽ അദ്ദേഹം സന്തോഷത്തോടെ യാത്ര ചെയ്തു. ഒരു ടിക്കറ്റേ ഉള്ളായിരുന്നു കിടക്കാൻ വേണ്ടി, പക്ഷെ 2 ബെർത്ത് കൊടുത്ത ആ കൊച്ചിനൂടെ കിടക്കാൻ ആ TTR കൊടുത്തെന്ന് അദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം ഒന്ന് കേട്ടോണേ. ഈ ഭാഗം ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗം കേട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് ദീർഘവർഷങ്ങളായിട്ട് അവളെ ഉപേക്ഷിച്ചു പോയിരിക്കുകയായിരുന്നു. അവൾ അന്ന് രാത്രി ഇങ്ങനെ വിശ്വസിച്ചു, PG അങ്കിളിന്റെ ദൈവം എന്റെ ദൈവമാണ്,
അദ്ദേഹം വിശ്വസിച്ച പോലെ ഞാനും വിശ്വസിച്ചാൽ സംഭവിക്കും. അതുകൊണ്ട് എന്നെ വിട്ടുപോയ ഭർത്താവ് മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കൽപ്പിച്ചു. ആ സ്ത്രീ വീണ്ടും കൽപ്പിച്ചു, അതെ, എന്റെ ഭർത്താവ് മടങ്ങി വരുന്നു, എന്റെ ഭർത്താവ് മടങ്ങി വരുന്നു, എന്റെ ഭർത്താവ് തിരികെ വരുന്നു. രാത്രി 2 മണിക്ക് ഫോൺ ബെല്ലടിച്ചു. ആ സ്ത്രീ ഭയപ്പെട്ടു. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടും കിടന്നതാ, വിശ്വാസത്തോടെ പറഞ്ഞിട്ട് കിടന്നതാ. ആ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ ഈ ഫോൺ വരുമ്പോൾ ആരാ പേടിക്കാത്തെ? പക്ഷെ പേടിച്ചിട്ടും ആ സ്ത്രീ ഫോൺ എടുത്തപ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് തന്റെ ഭർത്താവിന്റെ ശബ്ദമാ കേൾക്കുന്നത്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയി, പക്ഷേ ഞാൻ തിരികെ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്പവിശ്വാസമൊക്കെ മാറ്റിയിട്ട് വിശ്വാസത്തോടെ പ്രവർത്തിച്ച ഒരു അഭിഷേകത്തിന്റെ വാക്ക് കേട്ടിട്ട് ഒരു സഹോദരി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് തിരികെ വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ വീട്ടിൽ അർദ്ധരാത്രിയിൽ അത്ഭുതം നടന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്തോടൊന്ന് വിളിച്ചു പറ, എന്റെ നഷ്ടപ്പെട്ടു പോയ നന്മകളൊക്കെ ഒന്ന് മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടു പോയ എന്റെ ആരോഗ്യം ഒന്ന് മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രാർത്ഥനയുടെ അവസ്ഥകളൊന്ന് മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടു പോയ എന്റെ കൃപാവരം ഒന്ന് മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടു പോയ എന്റെ തലമുറകളുടെ നന്മകളൊക്കെ ഒന്ന് മടങ്ങി വരട്ടെ, വിദ്യാഭ്യാസ മേഖലകളിൽ നന്മകൾ മടങ്ങി വരട്ടെ എന്ന് ഈ സമയത്ത് ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും? അവരുടെ മേൽ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ആത്മസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ ഒരു ആത്മസാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. ഈ നിമിഷത്തിൽ വിശ്വാസം ചിലരുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയിൽ ഒന്ന് വിശ്വാസം വ്യാപരിച്ച്, പ്രിയ സഹോദരങ്ങളെ, ആ വിശ്വാസത്തോടൊന്ന് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച്, ഏറ്റവും കലങ്ങുന്ന ആ വിഷയത്തെ, ഏറ്റവും വല്ലാതെ വ്യാകുലപ്പെടുന്ന ആ വിഷയത്തെ ഒന്ന് ആത്മാവിലൊന്ന് ഏറ്റെടുത്തിട്ട് ഇന്ന് പകൽ ഈ സമയം ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ ജീവിതത്തിൽ ആ അത്ഭുതം നടക്കാൻ പോകുക, എന്റെ ജീവിതത്തിൽ ആ വിടുതൽ സംഭവിക്കാൻ പോകുക. പിശാച് പറയുന്നുണ്ട് നടക്കത്തില്ലെന്ന്, പക്ഷെ ആത്മാവിൽ ഞാൻ വചനത്തിന്റെ ശക്തിയിൽ ഈ നിമിഷം വിളിച്ചു പറയട്ടെ, ഇല്ല, ആ വിഷയത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവം ചെറിയ ദൈവമല്ല, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം ആ വിടുതൽ നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കടുകുമണിയോളമുള്ളൊരു വിശ്വാസം നമുക്കകത്തുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് ഇവിടുന്ന് പിഴുത് അതേ സ്തോത്രം പോക എന്ന് പറഞ്ഞാൽ പോകുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ കാരണം എന്താ? എന്നെ പഠിപ്പിച്ച ടീച്ചറല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇവിടെയുള്ള ഭരണാധികാരികളല്ല അത് പറഞ്ഞിരിക്കുന്നത്. എന്തിനേറെ എന്റെ സഭയുടെ പാസ്റ്ററല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ സഭയുടെ നേതൃത്വമല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ ഭാര്യയോ എന്റെ മക്കളോ അല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ അപ്പനോ എന്റെ അമ്മയോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ യേശു വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. ഈ സമയം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, സംസാരിക്കേ, ഈ നിമിഷം സംസാരിക്കേ, വാ തുറന്ന് പറ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ അത് സാക്ഷ്യമായിട്ട് പറയത്തക്കവണ്ണം ദൈവം അത് ചെയ്യും. അതുകൊണ്ട് ചെറിയ വിശ്വാസത്തെ, അല്പവിശ്വാസത്തെ, സാധാരണ വിശ്വാസത്തെ ഒന്ന് മാറ്റിവെച്ചിട്ട് അതേ സ്തോത്രം ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമയായിട്ടൊന്ന് മാറ്. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് വലിയ ക്രൂസൈഡിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കൂട്ടായ്മയ്ക്കകത്ത് മാത്രമല്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുന്നത് വലിയ കൃപാവര പ്രാപ്തർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല. ഈ സൂമിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങും. ഏതൊക്കെ വിഷയം പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാം, ആ പ്രാർത്ഥിച്ച വിഷയങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കിടക്കുന്ന വിഷയമായിരിക്കാം, മറ്റ് സ്ഥലങ്ങളിൽ കിടക്കുന്ന വിഷയമായിരിക്കാം. അവിടേക്ക് ദൈവത്തിന്റെ കരമിറങ്ങുന്നേ. എന്തായാലും ഇത്രയും സമയം പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നാണോ? അതെ, ജീവിക്കുന്ന ദൈവത്തിന് മറുപടി തരാൻ പറ്റും. ആ ജീവിക്കുന്ന ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. സ്തോത്രം. ഞാൻ ഇനി എന്റെ മെസ്സേജ് ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആത്മീയ തലത്തിലൂടെ ഞാൻ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അവിശ്വാസത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ദുഷ്ടശക്തികളൊക്കെ നമ്മെ ഒന്ന് വിട്ടുമാറട്ടെ. ഇത്രയും മണിക്കൂർ പ്രാർത്ഥിച്ച വിഷയത്തിന് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ള ചിന്ത വിട്ടിട്ട് ആത്മാവിൽ ഇന്ന് ഒന്ന് വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യാൻ പോവാം.
സ്തോത്രം. വാ തുറന്നൊന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോയി, എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവാ, എന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. ഞാൻ കരഞ്ഞ വിഷയത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവാ. കണ്ണുനീര് ചില വിഷയങ്ങളിൽ തുടക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ചിലരുടെ കണ്ണുനീര് കർത്താവ് ഈ സമയം തുടക്കുകയാണ്. ചിലരുടെ വേദന കർത്താവ് മാറ്റുകയാണ്. ചിലരുടെ ശരീരത്ത് അനുഭവിക്കുന്ന രോഗശക്തികളെ കർത്താവ് ഈ നിമിഷത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ച ചില വ്യക്തികളുടെ സൗഖ്യങ്ങൾ ഈ നിമിഷത്തിൽ നടക്കുകയാണ്. ഇത് നഷ്ടമല്ല. ഇത്രയും സമയം വെറുതെ ഇരുന്നതല്ല, ഇത്രയും സമയം മാറ്റിവെച്ചത് വെറുതെ അല്ല. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്, ദൈവത്തിന്റെ ഹിതമുണ്ട്. ഞാൻ ഒന്നുകൂടെ ആത്മാവിൽ പറയാം, വരും ദിവസങ്ങളിൽ 100 കണക്കിന് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മറുപടി എടുക്കത്തക്കവണ്ണം ഈ ടീമിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ഈ പ്രാർത്ഥന ഗ്രൂപ്പിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. അനേകരുടെ കണ്ണുനീര് പ്രാർത്ഥനയിൽ ഒപ്പുവാൻ, ചിലരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആ വിഷയങ്ങൾക്ക് മറുപടി ആത്മാവിൽ പോരാടി നൽകുവാൻ ദൈവം നിശ്ചയമായിട്ടും ഈ ഉദ്യമത്തെ ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിശ്ചയമായിട്ട് അത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഈ ചെറിയ വിശ്വാസം വിട്ടിട്ട് വലിയ വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് മാറുക. ദൈവകരങ്ങളിലൊന്ന് സമർപ്പിക്കാവോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? കർത്താവെ, ഞാൻ പലപ്പോഴും പല വിഷയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. കാരണം വിഷയം ഗൗരവം. അതുകൊണ്ടാ, നമ്മുടെ പ്രശ്നം കൊണ്ടല്ല പ്രിയരെ, വിഷയം ഗൗരവമാ. ആ സമയം നമ്മൾ പറയുന്നത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നാ. പക്ഷെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഒരു അത്ഭുതത്തിന്റെ ദിവസമായിട്ട് മാറാൻ പോകുകയാണ്. അത്ഭുതത്തിന്റെ ഒരു ദിവസമായി മാറാൻ പോകുക. ആ പദം പറയാൻ എനിക്ക് വീണ്ടും പ്രേരണയുണ്ട്. ഇതൊരു അത്ഭുതത്തിന്റെ മണിക്കൂറാ. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ മറ്റൊരു രാജ്യത്താണെങ്കിൽ അവിടെ ഒരു അത്ഭുതത്തിന്റെ മണിക്കൂറാ. ചിലതൊക്കെ മാറിപ്പോകാൻ, ചില അനർത്ഥങ്ങൾ മാറിപ്പോകാൻ, ചില രോഗങ്ങൾ മാറിപ്പോകാൻ, ചില വേദനകൾ മാറിപ്പോകാൻ, ചില കഷ്ടങ്ങൾ നഷ്ടങ്ങൾ മാറിപ്പോകാൻ ഇതൊരു അത്ഭുതത്തിന്റെ സമയമാ. ഇത് ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാ. സ്വത്രം. അവിശ്വാസം ഒന്ന് മാറ്റിവെച്ചിട്ട് പറ, എന്നെ യേശു തൊടുന്ന ഒരു സമയമാണിത്. ഞാൻ 100% ആത്മപ്രേരണയാൽ പറയുന്നു, നിങ്ങളായിരിക്കുന്ന ആ മുറിക്കകത്ത് കർത്താവിന്റെ ഒരു സാന്നിധ്യമുണ്ട്. നമ്മളൊരു ഹോളിനകത്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ലെന്ന് എനിക്കറിയാം. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മറ്റൊരു അന്തരീക്ഷത്തിലാകുമ്പോൾ അതിൻ്റെതായ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആത്മാവിൽ ഞാനത് മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ കരം ഓരോ മുറിക്കകത്തും ഇറങ്ങി വന്നിരിക്കുക. ഓരോ മുറിക്കകത്തും ഇറങ്ങി വന്നിരിക്കുക. ഓരോ വ്യക്തികളിലും ഇറങ്ങി വന്നിരിക്കുക. എന്തിനാ? അത്ഭുതത്തിന്റെ കരമുണ്ട് എന്ന് വീണ്ടും തെളിയിക്കാൻ. തന്റെ ഭക്തന്മാരെ മാനിക്കുന്ന ദൈവം, മക്കളോട് കരുണ തോന്നുന്ന ദൈവം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മളോട് കരുണ തോന്നുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഈ രാത്രിയിലും ചലിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്റെ മെസ്സേജിന്റെ ആ ഒരു പൂർണ്ണ ഭാഗത്തേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ആത്മാവിന്റെ മറ്റൊരു തലം ഞാൻ അനുഭവിച്ചതുകൊണ്ട് ആ വിധത്തിന് വിധേയപ്പെടുത്തി കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോയി. ഞാൻ ഉപവാസത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ തലത്തിലേക്ക് പോകാൻ ദൈവാത്മാവ് എന്നെ അനുവദിച്ചില്ല. പക്ഷേ ഉറപ്പോടെ ബൈബിൾ എടുത്ത് ഞാൻ പറയട്ടെ, ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർ വിടുതൽ പ്രാപിച്ചിരിക്കുക. പ്രാർത്ഥിച്ച ഏതൊക്കെയോ വിഷയത്തിന് ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നു, ആ ചെറിയ വിശ്വാസവും അവിശ്വാസവും സാധാരണ വിശ്വാസവും ഒന്ന് മാറ്റിവെച്ചിട്ട് വലിയ വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് മാറണം. വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത്, എന്നോടുൾപ്പെടെ, നിങ്ങളോട് സംസാരിക്കുന്ന എന്നോടുൾപ്പെടെ ഈ സമയം കർത്താവിന് പറയാനുള്ളത്, വലിയ വിശ്വാസത്തിന്റെ ഉടമകളായിട്ടൊന്ന് മാറണം. ആ കണ്ണുകളൊക്കെ ദൈവസ്ഥനിൽ നിന്ന് അടയ്ക്കാവും. ഒരല്പത് മിനിറ്റുകൾ കണ്ണുകൾ ദൈവസ്ഥനിൽ നിന്ന് അടയ്ക്കാവും. ഹൃദയം ദൈവസ്ഥനിൽ നിന്ന് ഏകാഗ്രമാക്കാവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പോടുകൂടിയാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ഒരിക്കലൊരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും വന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവമാണ് നമ്മളെ ഈ ഭൂമിയിൽ അയച്ചത്. പക്ഷെ ജീവിതത്തിന്റെ പല വേദനകളും പല ഭാരങ്ങളും നമ്മെ വല്ലാതെ തളർത്തുമ്പോ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ, ദൈവം എന്നെ കൈവിട്ടോ എന്നുള്ള ചിന്ത ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴും അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട്. എന്നാൽ ഇല്ല പ്രിയരെ, ദൈവം കൈവിട്ടിട്ടില്ല. നമ്മുടെ ആ വിശ്വാസത്തിന്റെ വർധനവ് കർത്താവ് ആഗ്രഹിക്കുന്നു. ചെറിയ വിശ്വാസം ഒന്ന് മാറ്റിവെച്ചിട്ട് വലിയ വിശ്വാസത്തിന്റെ ഉടമകളായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏലിയാവ് മരിച്ചുപോയി, സത്യമാണ്.
പക്ഷെ ആ ഏലിയാവിനെ പോലെ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ ഒരു ഏലിയാവിനെ കർത്താവിന് വേണം. സ്തോത്രം. UK മണ്ണിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ നിങ്ങൾ കർത്താവിന് വേണ്ടി അതിശക്തിയോടെ പ്രയോജനപ്പെടുകയാണ്. തിരക്കേറിയ പട്ടണത്തിൽ, തിരക്കേറിയ ജോലിയുടെ ഒക്കെ നടുവിൽ ഈ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വേണ്ടി ഒക്കെ ഇറങ്ങുകയാണ്. പക്ഷേ ഒന്നുകൂടെ ഞാൻ കടന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ആ മണ്ണിൽ ഒരു ഏലിയാവിന് തുല്യമായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ഏലിയാവ് പറഞ്ഞപ്പോൾ ആകാശം അടഞ്ഞു. ഏലിയാവ് പറഞ്ഞപ്പോൾ ആകാശം തുറന്നു. മഴ നിന്നു, മഴ പെയ്തു. രണ്ട് ഏലിയാവിന്റെ വാക്കുകളാണ്. ആ ഏലിയാവിനെ കുറിച്ചാണ് തിരുവചനം നമ്മോട് പറയുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നിങ്ങളോട് സംസാരിക്കുന്ന എന്നെ പോലെ, ഇത് ലീഡ് ചെയ്യുന്ന കർത്തുദാസനെ പോലെ, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ പോലെ, സഹോദരിമാരെ പോലെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചിലത് നടക്കില്ലേ? സ്തോത്രം. ആരും വാ തുറക്കണ്ട. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ നോക്കി ഈ സമയത്തൊന്ന് അന്ന് പറ, അത് മാറിപ്പോക. ആ വിഷയത്തിൽ അത്ഭുതം നടക്കട്ടെ. ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാകളൊന്നും ചലിക്കണമെന്നില്ല. പക്ഷെ ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഇന്ന വിഷയത്തിൽ ഒരു അത്ഭുതം നടന്നേ പറ്റൂ. ഞാൻ വലിയ വിശ്വാസത്തിന് ഉടമയായിട്ട് ഞാനത് കൽപ്പിക്കുകയാണ്. നമ്മുടെ നാവിന്റെ മേൽ അധികാരമുണ്ട് ദൈവമക്കളെ, അധികാരമുണ്ട്. ആ അധികാരത്തോടെ പറ, യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലതൊക്കെ വരയ്ക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ദാവീദ് വരച്ചത് നമുക്കറിയാം. സ്തോത്രം. അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് അതിന് അതിരിട്ടെന്നാ പറയുന്നത്. ദുഷ്ടശത്രുവിന് ഇനി ഇതിനപ്പുറം വരാൻ പാടില്ല, ദുഷ്ടശക്തിക്ക് എന്നെയും എന്റെ കുടുംബത്തെയും തൊടാൻ പാടില്ല എന്ന് ഇന്ന് ധൈര്യമായിട്ട് പറഞ്ഞുള്ളൂ. തൊഴിൽ മേഖലയാണോ, അവിടെ ഒരു ദുഷ്ടശക്തിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ലെന്ന് പറ. ബിസിനസ് മേഖലയാണോ, കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ, അവരുടെ വിദ്യാഭ്യാസമാണോ, ശുശ്രൂഷ മണ്ഡലങ്ങളാണോ, അവിടേക്ക് നോക്കിക്കൊണ്ട് പറ, ഒരു ദുഷ്ടശക്തിക്കും തൊടാൻ പാടില്ല, ഇവിടേക്ക് വരാൻ പാടില്ല. കാരണം എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുക്രിസ്തു വലിയവനാണ്. ആ യേശുക്രിസ്തു ജീവിക്കുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കും. സ്വർഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരും. ഈ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ചില മണിക്കൂറുകളായി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുക. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ അവർ പോരാടി പ്രാർത്ഥിച്ചു. വിലപ്പെട്ട സമയം അങ്ങയുടെ സന്നിധിയിലിരുന്നു. ഏറ്റവും അവസാനം അടിയനും അങ്ങ് തന്ന ആത്മീയ ആലോചനകൾ ഈ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. അങ്ങ് പറഞ്ഞതെല്ലാം പറയുവാനിടയായി. കർത്താവെ, ഞങ്ങളൊരു വലിയ വിശ്വാസത്തിന് ഉടമയായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് ആശീർവാദത്തോടെ പ്രിയപ്പെട്ടവർ ഭവനങ്ങളിൽ വിശ്രമിക്കുകയോ ജോലി സ്ഥലത്ത് പോവുകയോ ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയും അവിശ്വാസത്തിന്റെ ദുഷ്ടശക്തികൾ മാറിപ്പോവുകയും ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ വിടുതലിന് വേണ്ടി പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്ന ചിലരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുവാനും, ജീവിതം തകർന്നു കിടക്കുന്ന ചിലരെ രൂപാന്തരപ്പെടുത്തുവാനും, പ്രതീക്ഷയില്ലാത്ത ചിലർക്ക് പ്രതീക്ഷകൾ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാക്കി ഈ സൂം കൂട്ടായ്മയെ കർത്താവ് കാരണമാക്കണം. നേതൃത്വം വഹിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.